നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് പ്രഖ്യാപനം നിയമസഭയിൽ ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുകയാണ്. വലിയ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിനെതിരായ കേന്ദ്ര അവഗണന എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ അവസാന ബഡ്ജറ്റ് പ്രസംഗം നടന്നത്. കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ അവസാന കാലത്തും കേന്ദ്രം ശ്രമിക്കുന്നതായി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിന്റെ സാമ്പത്തിക അവഗണനയ്ക്കെതിരായ കടുത്ത പ്രതിഷേധം ബജറ്റ് പ്രസംഗത്തിലൂടെ രേഖപ്പെടുത്തുന്നു എന്നാണ് ബാലഗോപാൽ സൂചിപ്പിച്ചത്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം ചരിത്രത്തിലില്ലാത്ത രീതിയിൽ കവർന്നെടുക്കുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യയിൽ വോട്ട് ചോരി മാത്രമല്ല, നോട്ട് ചോരിയും നടക്കുന്നു. GST പരിഷ്കരണത്തിൽ 800 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 25% മാത്രമാണ് കേന്ദ്രവിഹിതം. കേന്ദ്ര പദ്ധതിയിലെ കേന്ദ്രവിഹിതം കുറച്ചു. തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ 2000 കോടി അധികം കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. നികുതി വരുമാനവും വായ്പാ പരിധിയും വെട്ടിക്കുറയ്ക്കുന്നു. തനത് വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സായ GST-യിൽ പോലും കുറവ് വരുത്തിയെന്നും മന്ത്രി പറഞ്ഞു. കിഫ്ബി റദ്ദ് ചെയ്യുന്ന സമീപനമാണ് കേന്ദ്രത്തിൻ്റെത് എന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തകാലത്ത് ഇന്ത്യയിലെ ഗ്രാമീണ ജീവിതങ്ങൾക്ക് തണലായ തൊഴിലുറപ്പ് പദ്ധതിയുടെ അവസാനത്തിന് ആരംഭം കുറിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ വിഹിതം കേന്ദ്രം കുത്തനെ വെട്ടിക്കുറയ്ക്കുന്നു. കേന്ദ്ര ആനുകൂല്യം വാങ്ങാൻ ഒത്തൊരുമ ഇല്ല. കേന്ദ്ര അവഗണനയുടെ വാർത്ത ആഘോഷിക്കുന്ന സ്ഥിതി ഉണ്ട് എന്നും കെ.എൻ. ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. കേന്ദ്ര അവഗണന ഉണ്ടായിട്ടും എങ്ങനെ പിടിച്ചു നിന്നു എന്നാണ് ചിലർക്ക് കുണ്ഠിതമെന്നും, എന്നാൽ കേന്ദ്ര അവഗണന ഇല്ലായിരുന്നുവെങ്കിൽ കേരളം എങ്ങനെ വളരുമായിരുന്നു എന്ന ചോദ്യമാണ് ഉയർത്തേണ്ടത് എന്നും മന്ത്രി പറഞ്ഞു. നികുതിയേതര വരുമാനത്തിൽ അഭിമാനമുള്ള വളർച്ചയുണ്ടായി എന്നും അതായിരുന്നു ധനമന്ത്രിയുടെ കയ്യിലെ മാന്ത്രിക ദണ്ഡ് എന്നും മന്ത്രി പറഞ്ഞു. 1,52,645 കോടി രൂപ തനത് നികുതി വരുമാനത്തിൽ നികുതിയേതര വരുമാനത്തിലുമായി 5 വർഷം കൊണ്ട് നികുതി പിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുപക്ഷ സർക്കാരിനെ ധനപരമായി പിടിച്ചുകെട്ടാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന ആദ്യമേ തിരിച്ചറിവ് ഉണ്ടായിരുന്നു. സർക്കാർ ചിലവ് ക്രമീകരിച്ചും തനത് വരുമാനം വർദ്ധിപ്പിച്ചുമാണ് പ്രതിരോധ കോട്ട കെട്ടിയത് എന്നാണ് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് കേന്ദ്ര അവഗണനയ്ക്കിടയിലും പിടിച്ചു നിൽക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി. വികസന ചെലവുകളുടെ കാര്യത്തിൽ ഒരു വെട്ടിക്കുറവും വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ മന്ത്രി കേന്ദ്ര അവഗണന പാരമ്യത്തിലായി എന്ന് ആവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് നിയമസഭയിൽ.